രാവിലെ തന്നെ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്താണെന്നല്ലേ, അമ്മ ഒരു ഡ്രസ്സിൻ്റെ ഒരു പരിപാടി തുടങ്ങാറില്ലേ, സാരീൻ്റെയും ചുരിദാറിൻ്റെ എല്ലാം. അതിന് കഷ്ടകാലത്തിന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നമ്മൾ മോഡലെല്ലാം വെച്ച് ചെയ്തുവല്ല, ഇനി നിങ്ങൾ ഒരു സാരി കൊടുത്തിട്ട് നമുക്കിങ്ങനെ എടുക്കാം, നിങ്ങൾ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ കയ്യിൽ വീഡിയോ എടുക്കാനെല്ലാം പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു തന്നു. എൻ്റെ ഏത് ഗതികെട്ട സമയത്താണ് ഞാനത് പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആ പറഞ്ഞിട്ട് 1 മണിക്കൂറായി, 1 മണിക്കൂർ കഴിഞ്ഞു. ഞാനിപ്പം വരാം ഏത് സാരി കൊടുക്കേണ്ടത് വെച്ചിട്ട് അമ്മേൻ്റെ കൈമിലില്ല ഏറ്റവും നല്ല സാരി കൊടുക്കുമല്ലോ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ 5ാമത്തെ സാരി കൊടുത്തിട്ട് കണ്ണാടി നോക്കുന്നത്. 500 ഓട്ടായി പറയുന്ന അമ്മയെ മതി 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 എന്ന് നോക്കറിയാ. അവനവൻ്റെ കാണുമ്പോ നല്ല സാരി കൊടുക്കണ്ടല്ലേ, ഇവന്റെ പാട്ടസാരി പോലെ എന്റെ സാരി പാട്ടസാരി. ഞാൻ കൊണ്ടുവന്നത് ഓൾറെഡി 2 സാരി ഇസ്കിയമ്മ, എന്നിട്ടാണ് പാട്ടസാരി എന്ന് പറയുന്നത്. അല്ലേ ഇവൻ പറയുന്നുണ്ട് ഇത് പണ്ട് 64 സാരിയാണ്, നമ്മളിവിടെ തളിപ്പറമ്പിൽ ഷോപ്രിക്സ് ഉദ്ഘാടനത്തിന് അവര് മേടിച്ച ഗാർഡൻ സാരിയാണ് കേട്ടാ. ഇന്ന് സാരി അങ്ങനെ ഉടുക്കയില്ല, ഇന്നൊരു കൊതി കൊണ്ട് എടുത്തു നോക്കിയതാണ്. കൊതി കൊണ്ടേ വേറെ എന്തെങ്കിലും പരിപാടി പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വല്ല മാക്സിൽ ഇട്ടിട്ട് വരാൻ പറഞ്ഞ അമ്മയെന്ന് പറയാ, അബി കൈ കണ്ട അബി ഇത് പൊങ്ങുന്നില്ല, അബി ഈ കൈ പൊങ്ങുന്നില്ല, അബി ഈ കാല് മുട്ട് നിവർന്നില്ല, അബി അങ്ങനെ പറയാ. ശരിക്കും ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല അബി. ഇന്ന് സാരിന്ന് മിണ്ടിയണ്ട 1 മണിക്കൂറായിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇവന്റെ ബഡായി കേൾക്കണ്ട, എന്റെ സാരി ഉടുത്ത് എങ്ങനെയുണ്ട്, നല്ല സാരിയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കുറെ കാലങ്ങളായി ഉടുക്കാത്ത 10-12 കൊല്ലായി ഇത്. ഇതൊന്നും കണ്ട് ആരും ചോദിക്കണ്ടേ, ഇതൊന്നും ചാനലില്ല, ഇതെല്ലാം അമ്മേരെ പഴഞ്ചൻ സാരിയാണ്. അടിപൊളി സാരി, എന്റെ പാട്ട സാരി ഇതാക്കട്ടെ, നല്ല സാരി ഇത്. അല്ലെ നിങ്ങൾ കമന്റ് ഇട്ടാം കേട്ടാ, എങ്ങനെയുണ്ട് ചേച്ചി, സുന്ദരിയാന്നോ? അല്ല സുന്ദരി അല്ല ചേച്ചി, സുന്ദരി അല്ലാന്ന് പറഞ്ഞാ അല്ലെങ്കിൽ ഇനി സഹിക്കേണ്ടി വരും ഇത്. തകർന്നു പോകാൻ പറഞ്ഞാൽ അങ്ങനെ പറയല്ലേ, എന്റെ പൊന്നു മക്കളല്ലേ.